എന്നിട്ടിപ്പോ ഹുസൈനാര് തങ്ങളെ ഷഹാദത്തിനെ സംബന്ധിച്ച് ആത്മഹത്യയാണെന്നും അഹ്ലുല്ലബാഇന്റെ മൗലിദോതാൻ പാടില്ലെന്നും പറഞ്ഞ ഈ ഷിയാ ഫൈസി കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങളെ സംബന്ധിച്ച് പുതിയ ഒരു ഫത്വയായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് അയാളയിൽ പറയുന്നത്? മഹാനരായ ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടത്രേ, കൊണ്ടോട്ടിക്കാർ പഴച്ചവരാണ്. ഞാൻ ആ വാക്ക് പറയുന്നില്ല, ഞാൻ അതിൻ്റെ ക്ലിപ്പിൻ്റെ ഒരു കഷ്ണം കേൾപ്പിക്കാം. നിങ്ങൾ മനസ്സിലാക്കണം, അതൊക്കെ നമുക്ക് കൊണ്ടോട്ടി തന്നെ പറയാം, അതവിടെ ഇരിക്കട്ടെ. ഒറ്റ വാക്ക് ഞാൻ ഇന്ന് പറഞ്ഞേക്കാം. അദ്ദേഹം പറയുന്ന ആ ഭാഗം ഒന്ന് നിങ്ങൾ കേൾക്കി, എന്നിട്ട് ഞാനൊന്ന് പറയാം. ഹസൻ ജിഫ്രിയുടെ മകൾ കല്യാണം കഴിച്ച ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ മമ്പുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകള് കൊണ്ടോട്ടി തരീഖത്തും കൊണ്ടോട്ടി തങ്ങന്മാരുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണങ്ങൾ നടത്തി. ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ മമ്പുറമി റഹ്മത്തുള്ളാഹി അലൈഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവകൾ പറഞ്ഞ പ്രസ്താവന എന്താണോ? കൊണ്ടോട്ടി തങ്ങന്മാർ തീവ്രവാദികളായ റാഫിളി വിഭാഗത്തിൽപ്പെട്ട ബോറ മുസ്ലിങ്ങളാണ്. അമ്പൊക്കെ തങ്ങൾ പറഞ്ഞാണ്. ബുഖുറിയാരോ കണ്ണെത്തുസ്തകമല്ല. ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ മമ്പുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇവരെ സംബന്ധിച്ച് ആധികാരികമായി പഠിച്ച് കൊടുത്ത റിപ്പോർട്ട്, ബോറ മുസ്ലിം എന്ന് പറയുന്നത് ഷിയ വിഭാഗത്തിലെ തീവ്രവാദി വിഭാഗമാവുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് ഫത്വ കൊടുക്കാൻ പറ്റുന്ന ഷിയാക്കളിൽ രണ്ടുകൂട്ടരുണ്ട്. ഷിയാക്കളിൽ മുബ്തദി കുഫ്രിയത്തിൽ എത്താത്ത മുബ്തദിയുണ്ട്, കുഫ്രിയത്തിൽ എത്തിയ മുബ്തദിയുണ്ട്. ആ കുഫ്രിയത്തിൽ എത്തിയ മുബ്തദിയാണ് ബോറകൾ. ആ ബോറകളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മുഹമ്മദ് ഷാ എന്നാണ് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ. ഇപ്പൊ ചില ആളുകൾ പറയുന്ന അതൊക്കെ പോലും മനസ്സിലാകാതെ പറഞ്ഞേക്കാരും പറഞ്ഞു കേട്ട് ഓലെ കാലത്ത് ജീവിച്ചിരുന്ന ആളെ നേരിട്ട് പഠിച്ചിട്ടാ പറയുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഈ ഷിയക്കാരെ അച്ചാരം വാങ്ങിയിട്ട് ഹാഫിളാണ് ഷെയ്ഖാണെന്ന് പറഞ്ഞറിയണോ പറയണമല്ല. ഓലൊക്കെ എന്ത് പഠിച്ചു ഇസ്ലാം? ഇവരെ പറ്റി എന്ത് ചരിത്രം പഠിച്ചു? ഇവരെ കണ്ടോ, കേട്ടോ? അവരുമായിട്ട് ബന്ധപ്പെട്ട മുരീദുമാരുമായിട്ട് നേരിട്ട് ഇടപെട്ടോ? അക്കാലത്തുണ്ടായിരുന്ന ഖുതുബുസ്സമാന്റെ വിധി ബോറ മുസ്ലിങ്ങളാണ്, ഹാഫിളി വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികളായ ബോറകളാണ്. ബോംബെയിലൊക്കെയാണ് ഇപ്പോഴും ഉണ്ട് ബോറകൾ, അടിപ്പെട്ടതാണ്. അത് ഒന്നിനായ ശൈഖുനയെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആധികാരികമായി ചോദിക്കുകയാണ് അദ്ദേഹത്തോട്, അദ്ദേഹത്തെ പോറ്റുന്ന മുട്ടിപ്പടിയിലെ തങ്ങളാണെന്ന് പറയുന്ന ആളോട്, ആ തങ്ങളടക്കമുള്ള മുശാവറയോട് ഞങ്ങളുടെ ഒരു ചോദ്യം. മഹാന്മാരായ കൊണ്ടോട്ടി സാദാത്തീങ്ങളെ സംബന്ധിച്ച്, മുഹമ്മദ് ഷാ തങ്ങളെ സംബന്ധിച്ച്, മമ്പുറം തങ്ങൾ, ഖുതുബുസ്സമാനായ മമ്പുറം തങ്ങൾ അങ്ങനെ ഒരു ഫത്വ കൊടുത്തു എന്ന് പരസ്യമായി നിങ്ങൾ പറഞ്ഞല്ലോ. വെല്ലുവിളിക്കുന്നു ഞങ്ങൾ. മഹാനരായ ഖുതുബുസ്സമാൻ അങ്ങനെ ഒരു ഫത്വ കൊടുത്തതായി ആധികാരികമായി തെളിയിക്കാൻ ഈ ഫൈസിയെ ഞങ്ങൾ 1000 കുതിരശക്തിയോടെ വെല്ലുവിളിക്കുകയാണ്. എവിടെയാണോ ആ ഫത്വയുള്ളത്? പച്ചയായ കള്ളം. ദജ്ജാലൂന കദ്ദാബൂൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. പച്ചക്കള്ളം പറയുന്നവർ ഒരു മടിയുമില്ലാതെ മൈക്കിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞ് പബ്ലിക്കിന്റെ മുന്നിൽ, അതിവിടെ പബ്ലിക്കായി വിട്ട നിങ്ങളുടെ വീഡിയോയിൽ മമ്പുറം തങ്ങൾ അങ്ങനെ ഒരു ഫത്വ കൊടുത്തു എന്ന് നിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. മമ്പുറം തങ്ങൾ അങ്ങനെ ഒരു ഫത്വ കൊടുത്തത് ആധികാരികമായി തെളിയിക്കാൻ സമസ്ത എന്ന് പറയുന്ന AP മുശാവറക്ക് ധൈര്യമുണ്ടോ?
മുട്ടിപ്പടിയിലെ തങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവാ രേഖ. ഞങ്ങൾ ഉള്ളം കൈയിൽ നിന്ന് രോമം പറിച്ചു തരും. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? നുണ പറഞ്ഞാൽ ഇവിടെ നേടാമെന്ന. ഏതെങ്കിലും വഹാബി എഴുതി കൊടുത്താടോ നിങ്ങളെ രേഖ? ഏതോ വഹാബി ചരിത്രകാരന്മാരുണ്ടാവും, അവർക്ക് പണ്ടേ സാദാത്യങ്ങളെയും തങ്ങന്മാരെയും പറ്റൂല. അൽമനാറിലും ഷബാബിലും ലേഖനം എഴുതി ചരിത്രകാരന്മാരാണെന്ന് വഹാബികൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഏതോ ചരിത്രകാരൻ മമ്പറന്തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ സുന്നികളെ കിട്ടുകയില്ല. സുന്നികൾക്ക് വേണ്ടത് മമ്പുറന്തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖ ഹാജരാക്കും. വഹാബി എഴുതിയത് വഹാബിയായ അനക്ക് പറ്റും, സുന്നിയായ ഞങ്ങൾക്ക് പറ്റൂല. ഏതോ ബുക്കിൽ ഏതോ വഹാബി എഴുതി കൊടുത്ത് വായിക്കാണ്. എന്നിട്ട് വലിയ കാര്യത്തിൽ ശൈഖുനാനെ ഉദ്ധരിക്കുക. ശൈഖുനായുടെ പേരൊന്നും പറയാനുള്ള യോഗ്യത ആ മുശാവറയിൽ പോലും ആർക്കില്ല. എന്നിട്ടല്ല അനക്ക്. അസ്ഹാബുൽ വഖ്തുകളായ മഹാന്മാരെ പരാമർശിക്കാൻ എന്തുണ്ട് ഇവർക്ക് അധികാരം? അതുകൊണ്ട് ഈ ചോദ്യം വളരെ വ്യക്തമാണ്. മമ്പുറന്തങ്ങളുടെ ഫത്വ ആധികാരികമായി ഉദ്ധരിക്കണം. ബാക്കി ഞാൻ കൊണ്ടോട്ടിയില്ലെന്ന് പറയുന്നുണ്ട്. ഓരോന്നും നമുക്ക് വിശകലനം ചെയ്യണം. ഈ സംഘം ഇവിടെ ഉള്ള കാലത്തോളം ഒരു നുണയും ഇവിടെ വിലപ്പോവുകയില്ല. കൊണ്ടുവരിങ്ങൾ. അതിനുവേണ്ടി സംവാദം ഒരുക്കിയാൽ ഞങ്ങളുണ്ടാകും മുന്നിൽ. മമ്പുറന്തങ്ങളെ പേരിലും കള്ളം, പാണക്കാട് സാദാത്യങ്ങളെ പേരിലും കള്ളം, കോട്ട സയ്യിദ് അവറുകളെ പേരിലും കള്ളം, മടവൂർ ശൈഖുനയെ നിന്ന് എവിടേക്കാ നിങ്ങളെ പോക്ക്?